Dr. Sajeev Nair, entrepreneur, biohacking evangelist, performance strategist. ഇന്നിപ്പോൾ ആവറേജ് ഏജ് 30ആണ്. 60% ആൾക്കാർ 30 വയസ്സിന് താഴെയാണ്. സോ ദാറ്റ് മീൻസ് ഈ ആൾക്കാരുടെ മുഴുവൻ പീക്ക് ഏർണിംഗ് ഇയേഴ്സ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നു. ഇനി വരുന്ന ഒരു 30 വർഷം ഇന്ത്യയെ സംബന്ധിച്ചുള്ള അന്നത്തെ ബേബി ബൂമിംഗ് എന്ന് പറയുന്ന പോലെ ഒരു ഗോൾഡൻ ഏജാണ്. അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുന്ന ആൻട്രപ്രന്യൂവേഴ്സ്, ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഫഷണൽസ്, അവർക്ക് എല്ലാവർക്കും വലിയ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. പിന്നെ ഡിജിറ്റൽ മേഖല വന്നതോടുകൂടി നമുക്ക് അതിർവരമ്പുകളില്ലാതായി. നമുക്ക് ഇരുന്നുകൊണ്ട് എവിടെയും ബിസിനസ് എത്തിക്കാവുന്ന അവസ്ഥയെത്തി. പണ്ടൊക്കെ മലയാളികളെ സംബന്ധിച്ച് മലയാളികളുടെ ബിസിനസ് കേരളത്തിലും മിഡിൽ ഈസ്റ്റിലും മാത്രമേ എത്തുള്ളായിരുന്നു. കാരണം മലയാളം എത്തുന്ന എവിടെയോ അവിടെ നമ്മുടെ ബിസിനസ് എത്തുന്നുള്ള അവസ്ഥയായിരുന്നു. ഇത് മാറി. മലയാളം തന്നെ പറഞ്ഞാലും ഇപ്പം ഗൂഗിൾ ട്രാൻസ്ലേറ്റർ വെച്ചിട്ട് നിങ്ങൾക്ക് മറ്റു ഭാഷകൾ അല്ല അത് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തു എങ്ങനെ ബിസിനസ് ചെയ്യാം. എന്തും ഒരു ഡിറ്റർമിനേഷനുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏത് സ്കെയിലിലേക്കും വരാനുള്ള പോസിബിലിറ്റി ഇന്ന് ഇവിടെയുണ്ട്. അതിന് പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഇത് കാണുമ്പോൾ എനിക്ക് ഗ്രീൻ വേൾഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോമിനെ കാണാൻ സാധിക്കുന്നു. എന്തായാലും എല്ലാ ഭാവങ്ങളും ഈ ഗ്ലോബൽ മിഷനിൽ വലിയൊരു മൂവ്മെൻ്റ് ആവട്ടെ, അറിയപ്പെടുന്നൊരു വലിയൊരു ഗ്ലോബൽ ലെവൽ അറിയപ്പെടുന്ന വലിയൊരു പ്രസ്ഥാനമായിട്ട് മാറട്ടെ. അതിനകത്ത് ചെറിയൊരു ഇൻസ്പിറേഷൻ, ഒരു തീ പാറിക്കാൻ സാധിച്ചു എന്ന് വളരെ എനിക്ക് സന്തോഷം. സോ താങ്ക് യു സോ മച്ച്. Entrepreneur, business strategist, corporate trainer, mentor and CEO, Brahma Consulting. ഞങ്ങൾ കഴിഞ്ഞോളം പോയപ്പോൾ ജാപ്പനീസിൽ റിട്ടയർമെന്റിന് തത്തുല്യമായിട്ടുള്ള പദവിയില്ല. ജാപ്പനീസിൽ അങ്ങനെ ഒരു പദവില്ല. ബിക്കോസ് ദേ നെവർ റിട്ടയർ. അവർ റിട്ടയർ ആവാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അങ്ങനെ ഒരു പദത്തിന്റെ ആവശ്യമില്ല. എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇതുവരെ നെഗോഷിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് നെഗോഷിയേഷന്റെ ആവശ്യമില്ല. നമ്മൾ ഇതുവരെ കൊളാബറേറ്റ് ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് കൊളാബറേഷൻ പദത്തിന്റെ ആവശ്യമില്ല. ഇതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. അപ്പൊ കൊളാബറേഷൻ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ അപ്പുറത്തേക്കുള്ള ഒരു തരത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ശക്തമായ കൊടുക്കൽ വാങ്ങലാണ്. അപ്പൊ ഒരു വിൻ വിൻ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യലാണ്. ഈ വിൻ വിൻ സിറ്റുവേഷന് പകരം പലപ്പോഴും നമ്മൾ ജീവിതത്തിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിൻ ലൂസ് സിറ്റുവേഷനാണ്. നമ്മൾ ജയിക്കണം, അവൻ തോറ്റാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ അവൻ തോറ്റാലേ നമ്മൾ വിജയിക്കൂ എന്നുള്ളൊരു ധാരണയും പലപ്പോഴും നമുക്കുണ്ട്. ആബ്സല്യൂട്ട്ലി റോങ്. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴാണ് നിങ്ങൾ ഒരു വിൻ വിൻ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്, അപ്പൊ മാത്രമേ ആക്ച്വൽ കൊളാബറേഷൻ സാധ്യമാവുന്നുള്ളൂ. ആൻഡ് ഓട്ടോമാറ്റിക്കലി മൂന്നാമത്തെ കാര്യം നടന്നോളും. നിങ്ങൾ നന്നായി ഇന്നോവേറ്റ് ചെയ്യുകയാണെങ്കിൽ, നന്നായി കൊളാബറേറ്റ് ചെയ്യുകയാണെങ്കിൽ, വിൻ വിൻ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ, അതിശക്തമായ ഒരു കാഴ്ചപ്പാട് നിങ്ങളുടെ മുന്നിലുണ്ടെങ്കിൽ. ഇപ്പൊ വിഷനെ കുറിച്ചൊക്കെ പറയുമ്പോൾ കേരളത്തിൽ പലപ്പോഴും ഈ വിഷനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പേടിയാണ്. കാരണം എന്താ വെച്ചാൽ പല ആൾക്കാരും വന്നിട്ട് പറയും എനിക്ക് ഒരു വിഷനും ഉണ്ടായിരുന്നില്ല, എന്നിട്ട് ഞാൻ 500 കോടി അടിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇവിടെ. ആക്ച്വലി അവർ പോലും അറിയാതെ അവരുടെ ഒരു വിഷൻ വർക്ക് ചെയ്തിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പൊ നമ്മുടെ ഉള്ളിൽ എപ്പോഴാണോ ശക്തമായ അതിശക്തമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാവുന്നത്, ഇപ്പൊ ഇവിടെ 2030 വിഷൻ എന്നൊക്കെ പറയുമ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. അടുത്ത ഒരു 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ എവിടേക്ക് എത്തിച്ചേരണം എന്നുള്ള നമ്മുടെ ക്ലാരിറ്റിയാണ് വിഷൻ എന്ന് പറയുന്നത്. എപ്പോഴും ഒരു ചെറിയൊരു കഥ പറയാം എന്നിട്ട് അവസാനിപ്പിക്കാം. ഞാൻ എപ്പോഴും പറയാവുന്ന ഒരു കഥയാണ് ഒരു ആംബുലൻസ് ഡ്രൈവറുടെ കഥ. 1920കളിൽ ഉണ്ടായിരുന്ന ഒരു ആംബുലൻസ് ഡ്രൈവർ, അമേരിക്കയിൽ ഉണ്ടായിരുന്ന ആംബുലൻസ് ഡ്രൈവറാണ്. അപ്പം ഇയാള് ആംബുലൻസ് ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാളുടെ പ്രശ്നം എന്താ വെച്ചാൽ എല്ലാ ദിവസവും കരച്ചിലുകളാണ് കേൾക്കുന്നത്, എല്ലാ ദിവസവും കാണുന്നത് ശവശരീരങ്ങളാണ്. വലിയ വിഷമമാണ്. ഇപ്പോഴും ആംബുലൻസ് ഡ്രൈവർമാരുടെ കാര്യം തന്നെയാണ്. അപ്പൊ അയാൾക്ക് തോന്നി ലോകത്തുള്ള എല്ലാ ആളുകളും വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് ശക്തമായ ആഗ്രഹമുണ്ടായി എല്ലാ ആളുകളെയും ഹാപ്പി ആക്കണം, എല്ലാ ആളുകളെയും ഹാപ്പി ആക്കണം എന്നുള്ളത് അയാളുടെ ആഗ്രഹമായിരുന്നു. അടിവരയിട്ട് പറയണം, ശക്തമായ ആഗ്രഹമായിരുന്നു. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്, ശക്തമായ ആഗ്രഹമുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. ആഗ്രഹമുണ്ട്, നമ്മൾ വീട്ടിലിരിക്കും, അങ്ങനെ ആയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കും. പക്ഷെ ഇയാൾ വിചാരിച്ചു ഹാപ്പി ആക്കി അടങ്ങും, അയാൾക്ക് എന്ത് ചെയ്യാൻ കഴിയും. അയാൾ നോക്കിയപ്പോൾ അയാളുടെ ഒരു $10 പോലും എടുക്കാനില്ല. സാധാരണക്കാരനായ മനുഷ്യനാണ്. അപ്പൊ അയാൾ ഒരു കാര്യം തീരുമാനിച്ചു, ഈ ആംബുലൻസിന്റെ സൈഡിലൊക്കെ കാർട്ടൂണുകൾ വരച്ചിട്ടു. ബിക്കോസ് അയാൾക്ക് കാർട്ടൂൺ വരയ്ക്കാൻ അറിയാമായിരുന്നു. അപ്പൊ കാർട്ടൂണുകൾ വരച്ചിടുമ്പോൾ അതിൽ കയറുന്ന ആൾക്കാർക്ക് കുറച്ച് സന്തോഷം കിട്ടും എന്നാണ് വിചാരിച്ചു. അങ്ങനെ കുറെ ആളുകൾ കയറി, കുറെ ആൾക്കാർ മോശമായിട്ട് പറഞ്ഞു. പക്ഷെ 3 മാസങ്ങൾക്കപ്പുറം അദ്ദേഹത്തിന് ഒരു കോൾ വന്നു. ദാറ്റ് വാസ് ഫ്രം ദ ന്യൂയോർക്ക് ടൈംസിൽ നിന്നായിരുന്നു ആ കോൾ. അവർ ചോദിച്ചു, ഞങ്ങളുടെ പത്രത്തിന് വേണ്ടി നിങ്ങൾക്ക് കാർട്ടൂണുകൾ വരയ്ക്കാം. അയാൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. കാരണം 5 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ന്യൂയോർക്ക് ടൈംസിൽ പലതവണ കയറി ഇറങ്ങിയത് ഒരു കാർട്ടൂൺ വരച്ചോടെ ചോദിച്ചു. സമ്മതിച്ചില്ലായിരുന്നു. ഇപ്പോഴാ കാർട്ടൂൺ വരയ്ക്കാൻ വേണ്ടി അവർ ഇങ്ങോട്ട് വിളിച്ചിരിക്കുക. ഹി വാസ് എക്സൈറ്റഡ്.
He started drawing cartoons for the New York Times for the next 5 years. അടുത്ത 5 വർഷം കണ്ടിന്യൂസ് ആയ മനുഷ്യൻ പ്രതിഫലം പോലും ചോദിക്കാതെ ന്യൂയോർക്ക് ടൈംസിന് വേണ്ടി കാർട്ടൂണുകൾ വരച്ചുകൊണ്ടിരുന്നു. 1928 അദ്ദേഹത്തിന് മറ്റൊരു കോൾ വന്നു. അത് ലോകത്തിലെ ആനിമേഷൻ ചിത്രം ഉണ്ടാക്കുന്ന ആദ്യത്തെ കമ്പനിയിൽ നിന്നായിരുന്നു. അവർ ചോദിച്ചു, നിങ്ങളുടെ കാർട്ടൂൺ കഥാപാത്രങ്ങളെ ഞങ്ങൾക്ക് തരാമോ ലോകത്തിലെ ആദ്യത്തെ ആനിമേഷൻ ചിത്രം ഉണ്ടാക്കാൻ? അദ്ദേഹം എക്സൈറ്റഡ് ആയി. കൊള്ളാമല്ലോ പരിപാടി. കൊടുത്തു. എത്ര ഒന്നും നോക്കാനില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഒബ്ജക്റ്റീവ് ഒന്ന് മാത്രമായിരുന്നു. എന്താണ്? ആളുകളെ ഹാപ്പി ആക്കുക, സന്തോഷിപ്പിക്കുക. അതിനുവേണ്ടി കാർട്ടൂൺ വരച്ചുകൊണ്ടിരുന്നത്, പൈസ ഉണ്ടാക്കാനല്ല. അപ്പൊ ഇദ്ദേഹം ഇത് കൊടുത്തു. ഇദ്ദേഹം ഒന്നും അറിഞ്ഞില്ല, ശ്രദ്ധിച്ചില്ല. ഒരു എഗ്രിമെന്റ് എന്തോ സൈൻ ചെയ്തു. പക്ഷെ 1935 ആയപ്പോഴേക്കും ഈ മനുഷ്യന് പൈസ പല സ്ഥലത്ത് നിന്ന് വന്നുകൊണ്ടേയിരുന്നു. ലോകത്തിൽ 40ഓളം രാജ്യങ്ങളിലേക്ക് ആ മനുഷ്യൻ ആദ്യം നിർമ്മിച്ച ആ കാർട്ടൂൺ ചിത്രം വിറ്റുപോയി. ആ കാർട്ടൂൺ ചിത്രത്തിന്റെ പേര് സ്റ്റീം ബോട്ട് വില്ലി എന്നായിരുന്നു. ആൻഡ് ദ ഹീറോ വാസ് നൺ അതർ ദാൻ ദ മിക്കി മൗസ്. അത് മിക്കി മൗസ് ആയിരുന്നു. ഈ മനുഷ്യന്റെ പേര് വാൾട്ട് ഡിസ്നി എന്നായിരുന്നു. അപ്പൊ 1936-37 ആയപ്പോഴേക്കും ഈ മനുഷ്യൻ ധനികനായി. അമേരിക്കയിലെ തന്നെ ഏറ്റവും ധനികനായിട്ടുള്ള ഒരാളായി മാറി. അപ്പൊ ഇയാൾക്ക് വേണമെങ്കിൽ അവിടെ വെച്ച് നിർത്താം. നമ്മുടെ നാട്ടിലുള്ള പല ആൾക്കാരും ഈ പറഞ്ഞ പോലെ ധനികനായി കഴിഞ്ഞ പരിപാടി നിർത്തും. അവിടെയാണ് ഈ വിഷന്റെ പ്രശ്നം. എന്തുകൊണ്ടാണ് കണ്ടിന്യൂ ചെയ്യാൻ ഒരാൾ എന്തുകൊണ്ട് ധനികനായി കഴിഞ്ഞാലും ബിസിനസ്സിൽ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതിന് ഉത്തരമാണ് വിഷൻ. അയാൾ വീണ്ടും നോക്കി, എല്ലാവരും ഹാപ്പി ആയോ? ഇല്ല, കുറച്ചുപേരെ ഹാപ്പി ആയിട്ടുള്ളൂ. അപ്പൊ അയാൾക്ക് തോന്നി, എന്തുകൊണ്ട് കൂടുതൽ ഹാപ്പിനെസ് തരുന്ന സാധനങ്ങളിലേക്ക് വെഞ്ചർ ചെയ്തുകൂടാ? ഹി സ്റ്റാർട്ടഡ് മേക്കിംഗ് ടോയ്സ്. ടോയ്സുകൾ ഉണ്ടാക്കാൻ ആരംഭിച്ചു. ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം ടോയ്സ് ഉണ്ടാക്കുന്ന രണ്ടാമത്തെ കമ്പനി ഡിസ്നിയാണ്. ഇന്ന് ലോകത്തിൽ 10,000-ലധികം മോളുകളിൽ ഡിസ്നിയുടെ ടോയ്സ് ഉണ്ട്. 1950 ആളുകൾ ചോദിച്ചു, ഇത് മതിയോ? അപ്പൊ വീണ്ടും നോക്കി, ഇല്ല, ആളുകൾ ഹാപ്പി ആയിട്ടില്ല. മുഴുവൻ ആൾക്കാരും ഹാപ്പി ആയിട്ടില്ല. കുറെ ആൾക്കാർ ഇനിയും ഹാപ്പി ആവാറുണ്ട്, ഫാമിലീസ് ഹാപ്പി ആവാറുണ്ട്. ഹി സ്റ്റാർട്ടഡ് എ കോൺസെപ്റ്റ് കോൾഡ് ദ ഹാപ്പിനെസ് പ്ലേസ് ഓൺ ദ എർത്ത്. ലോകത്തിലെ ഏറ്റവും സന്തോഷം തരുന്ന ഒരു പ്രദേശം ഡിസൈൻ ചെയ്യാൻ പുള്ളി തീരുമാനിച്ചു. അദ്ദേഹം പൈസയ്ക്ക് ആരോട് ചോദിക്കേണ്ടി നിന്നില്ല. ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിനെസ് കാണിച്ചു. ആൻഡ് ദിസ് വാസ് ക്രിയേറ്റഡ് ഡിസ്നി ലാൻഡ്. ലോകത്തിലെ ഏറ്റവും സന്തോഷം തരുന്ന ഒരു പ്രദേശം. ആരെങ്കിലും ഡിസ്നി ലാൻഡിൽ പോയിട്ടുണ്ടെങ്കിൽ അതിന്റെയൊക്കെ ഇൻസ്പിറേഷൻ ആണ് നമ്മൾ ഈ ചുറ്റും കാണുന്ന വണ്ടർലൈൻ സംഭവങ്ങളൊക്കെ. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സന്തോഷിക്കാതെ ഇറങ്ങി വരാൻ പറ്റില്ല. നമ്മൾ റോളർ കോസ്റ്ററിൽ കയറുന്ന സമയത്ത് കറങ്ങി ഓടിയിടുമെങ്കിലും താഴെ ഇറങ്ങുമ്പോൾ ഒരു സന്തോഷമാണ്, രക്ഷപ്പെട്ടല്ലോ എന്നുള്ള സന്തോഷം അല്ലേ? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അതിനകത്ത് ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഗെയിമുകൾ കളിച്ചു കഴിഞ്ഞാൽ സന്തോഷിക്കാതെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആ മനുഷ്യൻ ക്രിയേറ്റ് ചെയ്തു. ഇന്ന് ലോകത്തിൽ 43ഓളം രാജ്യങ്ങളിൽ ഡിസ്നിലാൻഡ് ഉണ്ട്. നമ്മുടെ അടുത്ത് ജപ്പാനിലുണ്ട്, ഹോങ്കോങ്ങിലുണ്ട്, പാരീസിലുണ്ട്. ആരെങ്കിലും ഈ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും ഡിസ്നിലാൻഡ് വിസിറ്റ് ചെയ്യണം. കാരണം ദാറ്റ്സ് എൻ ഇൻസ്പിറേഷൻ, വലിയ വിഷന്റെ ഭാഗമാണ്. അത് കഴിഞ്ഞ് ഇയാൾ വിചാരിച്ചു എല്ലാവരും ഹാപ്പി ആയി കാണും. ഇയാൾ നോക്കിയപ്പോ കുറെ ആൾക്കാർ വീണ്ടും ഏറെ പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോ അവരെ കൂടി ഹാപ്പി ആക്കണമല്ലോ. ആൻഡ് ഹി സ്റ്റാർട്ടഡ് വിത്ത് എ പ്രൊഡക്ഷൻ കമ്പനി വിച്ച് വാസ് കോൾഡ് ഡിസ്നി എന്റർടൈൻമെന്റ്സ്. അങ്ങനെയാണ് ഡിസ്നി എന്റർടൈൻമെന്റ്സ് എന്ന് പറയുന്ന ഹോളിവുഡ് പ്രൊഡക്ഷനിലേക്ക് ആ മനുഷ്യൻ വെഞ്ചർ ചെയ്യുന്നത്. 2015 ഒരു ഹിന്ദി ചലച്ചിത്രം ഇറങ്ങിയായിരുന്നു. ദംഗൽ എന്നാണ് പേര്. അമീർ ഖാന്റെ ചിത്രമാണ്. ഒരു ഗുസ്തിക്കാരനായിട്ട് അമീർ ഖാൻ ഗുസ്തിക്കാരനായിട്ട്. ആ ചിത്രം പ്രൊഡ്യൂസ് ചെയ്ത ആരാന്നറിയാമോ? ദാറ്റ് വാസ് പ്രൊഡ്യൂസ്ഡ് ബൈ ഡിസ്നി ഇന്ത്യ. ഡിസ്നിയുടെ ആദ്യത്തെ ഹിന്ദി വെഞ്ചർ ആയിരുന്നു ഈ പറയുന്ന ദംഗൽ. അതിനുശേഷം ജഗ്ഗ ജാസൂസും പിന്നെ അനേകം ചലച്ചിത്രങ്ങളും ഡിസ്നി ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്തു. മലയാളത്തിൽ ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി റെഡിയായിക്കൊണ്ടിരിക്കുന്നു ഡിസ്നി എന്നാണ് കേട്ടറിവുള്ളത്. ഏകദേശം 5-6 വർഷങ്ങൾക്ക് മുമ്പാണ് മലയാളിയുടെ ഓരോ നിമിഷത്തെയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനൽ ഡിസ്നി സ്വന്തമാക്കിയത്. ഇപ്പൊ ചെറിയ മാനേജ്മെന്റ് ഷിഫ്റ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. പക്ഷെ 6 വർഷങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റ് ഡിസ്നി സ്വന്തമാക്കി. ഡിസ്നി ഏഷ്യാനെറ്റ് എന്ന് അറിയപ്പെട്ടത്. ഡിസ്നി ഹോട്ട്സ്റ്റാർ എന്നാണ് നമ്മൾ വിളിക്കുന്നത്, ശരിയല്ലേ? അതിനുശേഷം ഒരുപക്ഷെ മലയാളിയുടെ ആദ്യത്തെ യൂണിക്കോൺ എന്ന് പറയാവുന്ന ബൈജൂസിന്റെ 1 മുതൽ, ഇപ്പോൾ ബൈജൂസും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ പോലും ബൈജൂസിന്റെ 1 മുതൽ 3 വരെയുള്ള കുട്ടികളുടെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി സർപ്രൈസ്ഡ് ടു സീ ദാറ്റ് ഇറ്റ്സ് നോട്ട് ബൈജൂസ് ബട്ട് ഇറ്റ്സ് ഡിസ്നി ബൈജൂസ്. ഡിസ്നി ബൈജൂസ്. കാരണം ഡിസ്നി ആ കണ്ണൂർക്കാരനായിട്ട് പോലും കൊളാബറേറ്റ് ചെയ്തിരിക്കുന്നു. 1966 ഡിസ്നി നമ്മളെ വിട്ടുപോയി. പക്ഷെ ഇപ്പോഴും നമ്മൾ ഈ ചെറിയ റൂമിനകത്തിരുന്നു കൊണ്ടും ഡിസ്നിയെ കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ 1920 ആ ആംബുലൻസിനകത്തിരുന്ന് അയാൾ കണ്ട സ്വപ്നം അതിശക്തമായിരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അത്തരത്തിൽ അതിശക്തമായ ഒരു സ്വപ്നത്തെയാണ് വിഷൻ എന്ന് പറയുന്നത്. അപ്പോ നിങ്ങളോട് എല്ലാവരോടുമുള്ള എൻ്റെ എളിയ റിക്വസ്റ്റ്,
ശക്തമായ സ്വപ്നങ്ങൾ കാണാൻ പഠിക്കുക, അതിലേക്ക് വേണ്ടി ഇന്നോവേറ്റ് ചെയ്യുക, കൊളാബറേറ്റ് ചെയ്യുക, സക്സീഡ് ആവുക. Regu K. Haridas and Anna Susan. ചൈനയിൽ ഒരു പത്രം ഇറങ്ങുകയുണ്ടായി. അവിടെ ജേർണലിസ്റ്റിൻ്റെ ആവശ്യമില്ല, പത്രപ്രവർത്തകൻ്റെ ആവശ്യമില്ല. നമുക്ക് എന്താണ് വേണ്ടതെന്ന് നമ്മുടെ ഫീൽഡ് നോക്കിയിട്ട് അവർ തീരുമാനിക്കും, വേഗം തീരുമാനിക്കും, വാർത്ത അവരെയാണ് സൃഷ്ടിക്കും, നമ്മുടെ കണ്ണിലേക്ക് വരും. എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ വായിക്കും, വിനോദേട്ടന് ഇഷ്ടമുള്ള രീതിയിൽ വിനോദേട്ടൻ വായിക്കും, അന്നയ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ അന്ന വായിക്കും. ഓരോ വ്യക്തികളും അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരുടെ മുന്നിലേക്ക് വാർത്ത വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞെങ്കിൽ ടെക്നോളജി അത്രമേൽ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കുറച്ച് നേരം മുമ്പേ പറഞ്ഞു, 400 പേരൊരു കമ്പനി ഉണ്ടായിരുന്നു, 296 പേരെ കാണാനില്ല, 6 പേരെ കാണാനുള്ളൂ, എത്ര നമ്പർ പറഞ്ഞു. അപ്പം അത്രയധികം വ്യത്യാസങ്ങൾ ഓരോ മേഖലയിലും ടെക്നോളജിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ടെക്നോളജി അധിഷ്ഠിതമായ സ്ഥാപനങ്ങൾ, ഇതിൽ ടെക്നോളജിക്ക് വളരെ പ്രാധാന്യമുണ്ട് ഇത്തരം കമ്പനികൾക്ക്. അപ്പോൾ നിങ്ങളെപ്പോലുള്ള കമ്പനികളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുക. ഇപ്പോൾ രഞ്ജിത്ത് പറഞ്ഞതുപോലെ മലയാളികൾക്ക് പരിചിതമല്ലെങ്കിൽ ഞങ്ങൾക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള വാക്കാണ് കൊളാബറേറ്റ് ചെയ്യുക എന്നുള്ളത്. കാരണം ഇവിടെയുള്ള ഓരോ സംരംഭകനും 1000 കോടി ആകണം, 2000 കോടി ആകണം, വളരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗമാണ്. കാരണം ഇവർ വളരേണ്ടത് ഞങ്ങളുടെയും കൂടെ ഒരു ആവശ്യമാണ്. അത്തരത്തിലുള്ള യാത്രകളാണ്, അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് കൊളാബറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ പറ്റട്ടെ, ഒരുമിച്ച് വിജയിക്കാൻ പറ്റട്ടെ. അതുപോലെ നിങ്ങൾ ഓരോരുത്തർക്കും വളരാൻ പറ്റുന്ന ടെക്നോളജിയിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും മുന്നോട്ട് പോകാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ ചെറിയൊരു കാര്യം പറയാം. പണ്ട് എനിക്കൊരു സ്പെയർ പാർട്സ് കടയുണ്ടായിരുന്നു പൂത്തോട്ടയിൽ. ചെറിയൊരു കടയാണ്, വലിയൊരു കടയിൽ ഒരു ഒറ്റ ഷട്ടറിൻ്റെ ഒരു കട. ആ കടയിൽ ഏകദേശം ഒരു 5-6 ലക്ഷം രൂപയുടെ സ്റ്റോക്കേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയൊരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ചുറ്റുവട്ടത്ത് കുറേ കടയും കൂടെ വരണം, ഇതുപോലൊരു കട. അപ്പോൾ നമ്മുടെ കടയിൽ വന്നിട്ട് ഒരാൾ ചോദിക്കുന്ന സാധനം നമ്മുടെ സ്റ്റോക്ക് ഉണ്ടാവില്ല. അപ്പോൾ അപ്പുറത്തെ കടയിൽ പോയിട്ട് ഓടി മേടിച്ചുകൊണ്ട് പറ്റും. അന്ന് വൈറ്റില വരെ വന്നിട്ടാണ് ഈ സാധനമൊക്കെ വന്നത്. അപ്പോൾ നമ്മുടെ ഒരു ആഗ്രഹം വൈറ്റില പോലെ ഒരു ഹബ്ബിൽ പോയി ഇരിക്കണം, എന്നിട്ട് അവിടെ നിന്ന് കച്ചവടം ചെയ്യണം. കാരണം തൊട്ടടുത്ത കടയിൽ നിന്നും കൂടെ വാങ്ങാം എന്ന് പറയുന്നത് പോലെ ഇപ്പം ഡിജിറ്റലി അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കടകൾ കൊളാബറേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ നമ്മുടെ സൊമാറ്റോ ഒക്കെ പോലെ അങ്ങനെ കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ നമുക്ക് കൊളാബറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റട്ടെ, ജീവിതത്തിൽ എല്ലാവർക്കും വിജയിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുവും ശിഷ്യനും എൻ്റെ ഗുരുവും അങ്ങനെ ഓൺട്രപ്രണേഴ്സ് ആയിട്ട് ഒരുപാട് പേരും ഇനി ഓൺട്രപ്രണേഴ്സ് ആയിട്ട് ആഗ്രഹിക്കാൻ പോകുന്ന ഒരുപാട് പേരും ഇരിക്കുന്ന ഒരു സദസ്സിൽ ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും നന്നായി സംസാരിക്കാൻ അറിയില്ല. പക്ഷേ രഞ്ജിത്തേട്ടൻ ആദ്യം പറഞ്ഞൊരു കഥയില്ലേ, ആ കഥ വളരെ മനോഹരമായിട്ട് ബ്രാൻഡ് സ്റ്റോറി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതാണ് ഞങ്ങൾ ചെയ്യുന്നൊരു ജോലി. അതായത് ഇവിടെ നീ ബൈക്കിൽ വെച്ച് പറയുകയെന്ന് പറയുന്നത് ഭയങ്കര പാടായിരിക്കും കേട്ടോ. പക്ഷെ ഞാനിത് ഭയങ്കര അഭിമാനത്തോടെ ഇവിടെ നിൽക്കുന്നത് കാരണം ഞാനും ഒരു ഇടുക്കിക്കാരിയാണ്, ഞാൻ അടിമാലിക്കാരിയാണ്. അപ്പം എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമുള്ളൊരു മുഹൂർത്തമാണ് ഇവിടെ. കാരണം ഞാൻ 2018 ഗ്രീൻ വേൾഡിൻ്റെ ഓഫീസിൽ പാലാരിവട്ടം PG ആൻഡ് റോഡിലാണ് വിനോദേട്ടനെ ആദ്യമായിട്ട് കാണുന്നത്. അപ്പം അന്ന് വിനോദേട്ടനെ കണ്ടപ്പോൾ വിനോദേട്ടനോട് ഞാൻ ചിന്തിച്ചു, SP-യുടെ ജോലി ഇതിന് വട്ടാണോ? കാരണം സാധാരണ നമ്മളൊക്കെ ഇതിൽ ചിന്തിക്കത്തുള്ളൂ, ഇതിന് വട്ടാണോ ഞാൻ ആദ്യമേ സത്യത്തിൽ ചിന്തിച്ചത്. പക്ഷെ അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വിഷനും ഇപ്പം ഞാൻ ചിന്തിക്കുന്നു, എങ്ങനെ ഇത്രയും ക്രിയേറ്റീവായി ചിന്തിക്കാൻ പറ്റുന്ന ഒരു മനുഷ്യന് ഒരു ബാങ്കിലെ മാനേജറായിട്ട് ഒരു ക്യാബിനുള്ളിൽ ഇരിക്കാൻ പറ്റിയെന്ന് ഇപ്പോഴും എനിക്കൊരു അത്ഭുതമാണ്. അല്ലെങ്കിൽ എങ്ങനെ പട്ടാളത്തിൽ പോകാൻ പറ്റിയെന്ന് ശരിക്കും അത്ഭുതമായ കാര്യം തന്നെയാണ്. പിന്നെ സജീവ് സാറിൻ്റെ മുമ്പിൽ നിൽക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ സാറിനെ കുറിച്ച് കേട്ടേക്കുന്നതാണ്. അതായത് ഭയങ്കര അധികം സന്തോഷമുണ്ട് മുമ്പിൽ ഇങ്ങനെ നിൽക്കുക എന്ന് പറയുന്നത്, അതൊരു ഓൺട്രപ്രണറായിട്ട് നിൽക്കുക എന്ന് പറയുന്നത്. എനിവേ എല്ലാവർക്കും എല്ലാ ഭാവങ്ങളും നേരുന്നു വിനോദേട്ടൻ്റെ ഈ ഒരു ജേണി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം വിനോദേട്ടൻ ഇവിടെ പ്രസന്റ് ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ബിസിനസ്സുകളുണ്ട്. ഇതെല്ലാം നമുക്ക് ഈ ലോക്കലി നമുക്കൊരു ഓഫീസ് ഇട്ടിട്ട് ലോക്കലായിട്ട് ചെയ്യാം. നമ്മുടെ തൊട്ടടുത്ത് പടവുകളിലോ വെണ്ണലയിലോ പാലാരിവട്ടത്തോ എവിടെ വേണമെങ്കിലും നമുക്കൊരു ചെറിയ ഓഫീസിൽ നമുക്ക് തുടങ്ങാൻ പറ്റുന്ന ഒരു ഒറ്റ ഷട്ടർ റൂമിൽ നമുക്ക് തുടങ്ങാൻ പറ്റുന്ന കാര്യങ്ങളെ ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്ത് ഇത്രയും ഒരു ലെവലിലേക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റുമെന്ന് നമുക്കൊരു തിരിച്ചറിവ് കൂടി അദ്ദേഹം തരികയാണ്. അപ്പം രഞ്ജിത്താരി പറഞ്ഞു, നിങ്ങൾക്ക് മറ്റേ ഡിസ്നി വേൾഡിൽ പോകണമെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് ഇവിടെ ഉണ്ട്. എവിടെ? തൊട്ടടുത്ത് ജപ്പാനിലുണ്ടെന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. ഞാൻ തൊട്ടടുത്തുണ്ടോ? എവിടെ? ജപ്പാനിലും ഹോങ്കോങ്ങിലൊക്കെ ഉണ്ടെന്ന്. അപ്പൊ ഇതുപോലെ തന്നെ ഈ ഗ്രീൻ വേൾഡ് നമുക്ക് തൊട്ടടുത്ത് ഗ്ലോബലി വളരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. എല്ലാവിധ ഭാവങ്ങളും ഞങ്ങളുടെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ പേരിലും ചേട്ടനുള്ള ഒരു ഭാവങ്ങൾ ഞങ്ങൾ നേരുന്നു. താങ്ക് യു സോ മച്ച്. Ragesh Ambate, Law of Attraction Coach.
വിനോദ് ഞങ്ങൾ ഒരുമിച്ചാണ് എസ്ബി സ്റ്റാർട്ട് ചെയ്തത്. 2008 ഞാനും വിനോദും കൂടി അവിടെ ഒരു ഓഫീസ് കൂടി 4 കസേര ഇട്ട് പൈസ കയ്യിൽ നിന്ന് പൈസ അന്ന് എസ്ബി പൈസ തന്നിട്ടില്ല, കയ്യിൽ നിന്ന് പൈസ തുടങ്ങിയതാണ് ഈ ജേണി. അപ്പോൾ 2 കാര്യം കൊണ്ട് വളരെ എക്സൈറ്റഡ് ആണ്. ലോ ഓഫ് അട്രാക്ഷനിലേക്ക് ഞാൻ വരുന്നത് സാറിൻ്റെ സജീവ് സാറിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടാണ് ഞാൻ സാനിറ്ററി ആദ്യം വരുന്നത് 2009. അതിന് മുമ്പ് എൻ്റെ ജീവിതം ഭയങ്കര ഒരുപാട് ആഗ്രഹങ്ങളുണ്ടെങ്കിൽ ഒന്നും സാധിക്കാതെ പോയ ലൈഫായിരുന്നു, ഒന്നുമില്ലായിരുന്നു. അങ്ങനെയൊക്കെ വളരെ സ്ട്രഗിളിൻ്റെ ലൈഫിൽ വന്നതിന് ശേഷം ലോ ഓഫ് അട്രാക്ഷൻ പോലത്തെയുള്ള പുസ്തകങ്ങളെ കുറിച്ച് പഠിക്കാൻ അറിയാൻ സാധിച്ച സാധനം കുറേ ട്രെയിനിങ് ചെയ്താണ്. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ കാണുന്നത് ഭയങ്കര ബൂമായിരുന്നു. ജീവിതത്തിൽ ഭയങ്കരമായിട്ടൊരു എന്താ പറയുക ജയൻ ലീപ്പ് എന്ന് പറയാവുന്ന രീതിയിൽ ഞാൻ ഭയങ്കരമായിട്ട് മാറ്റം വരുത്തി. അങ്ങനെ 2020 ചിന്ത വരുന്നുണ്ട് എന്തുകൊണ്ട് മാറണം. അപ്പോൾ ജോബിലെ ഒരു കൾച്ചറിൽ നിന്ന് മാറാൻ തീരുമാനമെടുത്ത് അങ്ങനെയാണ് 2020 തീരുമാനിക്കണം ഐ വാണ്ട് ടു ക്വിറ്റ്. ഭയങ്കരമായിട്ട് അറിയാലോ, ഇപ്പോൾ കോർപ്പറേറ്റ് ഇൻഡസ്ട്രിയിൽ നമ്മൾ ശരിക്കും ഷുഗർ കെയിൻ സ്കിൽസ് തീർക്കുന്ന പോലെയാണ് എംപ്ലോയീസിനെ പിഴിഞ്ഞെടുക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരു 2020 തീരുമാനം എടുക്കണം മാറാം. അങ്ങനെ എനിക്ക് ചിന്തിച്ച സമയത്താണ് ഞാൻ സംതിങ് കോച്ചിങ് ബിസിനസ് അങ്ങനെ ചെയ്യാൻ എന്നൊരു തീരുമാനമായി. 2023 ഐ ക്വിറ്റ് മൈ ജോബ്. 23 വർഷത്തെ എൻ്റെ കോർപ്പറേറ്റ് ലൈഫ് ഞാൻ ക്വിറ്റ് ചെയ്തു. ഐ സ്റ്റാർട്ടഡ് മൈ കോച്ചിങ് ബിസിനസ് 2023. ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ സാധിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ വളരെ പേഴ്സണലായിട്ട് ഒരുപാട് പേര് സംസാരിച്ച് മാറ്റം വരുത്താൻ പറ്റുന്നു. എനിക്ക് പറയാനുള്ളത് ഈ ഒരു സംരംഭം വിനോദിനെ പറ്റി പറയുമ്പോൾ വിനോദ് ഈ ഒരു 2008 പോയി ഞങ്ങൾ വരുന്ന സമയത്ത് വലിയൊരു ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കാര്യം സംസാരിക്കുമ്പോഴും വിനോദിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ഭയങ്കര ഫാസ്റ്റാണ്. അതായത് നമ്മളിങ്ങനെ തീരുമാനിക്കണം എന്തെങ്കിലും നമുക്ക് ഇതിൻ്റെ കാര്യം ചെയ്താലും നോക്കാൻ പറ്റും. വിനോദം ചെയ്തിട്ടുണ്ടോ ഭയങ്കര ഫാസ്റ്റ്. എനിക്ക് റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി ഇതുപോലുള്ളൊരു മനുഷ്യനെ കണ്ടിട്ടുണ്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യുന്നു. അപ്പോൾ എന്ത് കാര്യം തീരുമാനിച്ചു അപ്പോൾ അത് പിറ്റേ ദിവസം ചെയ്തു തരും. മറ്റൊരു ആൾക്കാരെ ആലോചിച്ച് പോയായിരിക്കും എന്താ ചെയ്യേണ്ടത്, പിറ്റേ ദിവസം പിന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ എനിവേ ലോ ഓഫ് അട്രാക്ഷനെ പറ്റി 2 വാക്ക് പറഞ്ഞ് എൻ്റെ മീറ്റിംഗ് ഇതൊന്ന് സംസാരിച്ച് നിർത്താം. ഈ ഒരു ലോ ഓഫ് അട്രാക്ഷനിൽ വളരെ അട്രാക്റ്റീവ് കാരണം എനിവേ വി ആർ അട്രാക്റ്റിംഗ് ഡെയിലി. നമ്മൾ ഓരോ ദിവസം അട്രാക്ട് ചെയ്തിരിക്കണം അല്ലേ, ശരിയല്ലേ? ജീവിതത്തിൽ നമ്മൾ അട്രാക്ട് ചെയ്തിരിക്കണം, നല്ലതായാലും ചീത്തയായാലും. അപ്പോൾ 90% വരുന്ന നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ഈ ലോ ഓഫ് അട്രാക്ഷൻ പോലത്തെ മാനിഫെസ്റ്റേഷൻ പോലത്തെ ടെക്നിക്സ് ഉപയോഗിച്ച് മാറ്റാനാണ് വിശ്വസിക്കുന്നത്. 90% 90% നിങ്ങളുടെ എല്ലാ ഇഷ്യൂസും, നിങ്ങളുടെ ഹെൽത്ത് റിലേറ്റഡ് ഇഷ്യൂസോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസോ നിങ്ങളുടെ ഫിനാൻഷ്യൽ ഇഷ്യൂസോ എന്ത് ഇഷ്യൂസ് ആയിക്കോട്ടെ 90% യു ക്യാൻ ഓവർകം. 10% വിധിയാണ്, ഫെയ്റ്റ് ആണ്, മാറ്റാൻ പറ്റില്ല. 90% വി ക്യാൻ ചേഞ്ച്. അറിയോ? നമ്മൾ ചെയ്തുകൊണ്ട് ഇപ്പോഴും നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക പല കാര്യങ്ങളും. ഇപ്പൊ ഒരു ചെറിയ കഥ പറയാൻ നിങ്ങൾ കേട്ടതായിരിക്കും. ഒരു പക്ഷേ ഒരു മനുഷ്യനെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് കഥ കേൾക്കുന്ന ഇഷ്ടമാണല്ലോ അല്ലെ, കേട്ടതാണെങ്കിൽ പ്ലീസ് എക്സ്ക്യൂസ്. അപ്പോൾ ഒരാളെങ്ങനെ ഇരിക്കുകയാണ്, ഇരുന്ന് ഭയങ്കര വിശപ്പാണ്. പുള്ളിയും ചിന്തിക്കണം വിശക്കുന്നത് എന്തെങ്കിലും തിന്നാൻ കിട്ടിയെങ്കിൽ എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആളുടെ മുമ്പിൽ ഒരു ചെമ്പ് ബിരിയാണി. വാവ്, ബ്യൂട്ടിഫുൾ. അങ്ങനെ പുള്ളി ബിരിയാണി കേൾക്കുന്നു. ബിരിയാണി തിന്നു കഴിയുമ്പോൾ ഭയങ്കരമായിട്ട് ദാഹം വന്ന് കുറച്ച് വെള്ളം കിട്ടി കുടിക്കാനൊരു ജ്യൂസോ കിട്ടിയിരുന്നെങ്കിൽ ചില സമയത്ത് തൊട്ട് മുമ്പിൽ ഒരിക്കാൻ ജ്യൂസ് ായിട്ടുണ്ടല്ലോ. ജ്യൂസ് എല്ലാം കഴിഞ്ഞ ശേഷം ചിന്തിക്കുന്നത് ഒന്ന് വിശ്രമിക്കാൻ കുറച്ച് കിടക്ക കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിട്ട് തൊട്ട് മുമ്പിൽ കിടക്കാം. പുള്ളി കിടന്നു, സുന്ദരമായിട്ട് കിടന്നു. കിടക്കെല്ലാം കഴിഞ്ഞിട്ട് 1 മണിക്കൂർ ഉറപ്പെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ക്ഷീണമുണ്ട്, ഒന്ന് ഒരു കട്ടൻ കാപ്പി കുട്ടിക്കുന്ന ആ ഒരു ക്ഷീണമൊക്കെ ഒന്ന് മാറിയനെ എന്ന് പറഞ്ഞപ്പോൾ മുമ്പിൽ കട്ടൻ കാപ്പി. അതുകൊണ്ട് ചിന്തിക്കും ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത് എന്താണ്, ഇത് വല്ല പ്രേതോ ഭൂതമാനാണോ ഇത് നടത്തണേ നോക്കി തൊട്ട് മുമ്പിൽ ഒരു പ്രേതം. അപ്പൊ അയാൾ ചിന്തിക്കുകയാണ് ഈ പ്രേതം എങ്ങനെ എന്നെ പിടിച്ചെങ്ങനെ തിന്നോ, ഭൂതമല്ലേ പ്രേതം പിടിച്ചിരുന്നു. ഈ കഥ എന്താന്ന് പറഞ്ഞാൽ എന്ത് നമ്മൾ ചിന്തിക്കുന്നോ അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ശരിയാണോ? നിങ്ങൾ നല്ല ചിന്തിച്ചാൽ നല്ലത് വരും, മോശമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മോശം വരും. 4 കാര്യമാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുമ്പോൾ കൂടുതൽ നമ്മൾ സംസാരിക്കുക FTBA എന്ന് പറയുന്നത്. 1 നമ്മുടെ ഫീലിങ്സ് ആണ്, അല്ലെങ്കിൽ ഇമോഷൻസ് ആണ്. ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്ത് ഇമോഷനാണ് കൂടുതൽ നമുക്ക് ഉണ്ടാവുക? പോസിറ്റീവ് ഇമോഷൻസ് ആണോ നെഗറ്റീവ് ഇമോഷൻസ് ആണോ? നിങ്ങൾ ചിന്തിക്കാം. പോസിറ്റീവ് ഇമോഷൻസ് ആണെങ്കിൽ ജീവിതം വളരെ സുന്ദരമായിരിക്കും. അതായത് നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും ഇപ്പോൾ സപ്പോസ് ഇപ്പോൾ ടെക്നോപാർക്കിൽ വരുന്നത് പാർക്കിംഗ് സ്പേസ് ഇല്ല, അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ കറങ്ങി വരുമ്പോൾ കറക്റ്റ് സമയത്ത് പാർക്കിംഗ് സ്പേസ് ഉണ്ടാവും. സംഭവിക്കാറുണ്ട് അങ്ങനെ. ഇപ്പോൾ ട്രെയിനിൽ ക്യൂ നിൽക്കുന്ന സമയത്ത് ട്രെയിൻ വരാൻ പോകുന്ന 5 മിനിറ്റ് ഇപ്പോൾ പെട്ടെന്ന് ട്രെയിൻ വരും, പക്ഷെ നല്ല തിരക്കാണ് ക്യൂ. അപ്പോൾ അനൗൺസ്മെന്റ് വരാൻ ട്രെയിൻ 15 മിനിറ്റ് ലേറ്റാണ്. സംഭവിച്ചിരുന്നു അങ്ങനെ. അതിന് ഡോക്ടറെ കാണാൻ വരുന്ന സമയത്ത് ടിക്കറ്റ് ഇല്ല. നേഴ്സ് പറയുമ്പോൾ അയ്യോ സോറി ആയിട്ട് 50 ടിക്കറ്റ് പുറത്തേക്കും സോറി എന്ന് പറഞ്ഞ സമയത്ത് നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു നേഴ്സ് പറയാം സാർ ഒരു വേക്കൻറ്റ് ഒരാൾ വന്നിട്ടില്ല സാർ കേൾക്കും. സംഭവിച്ചിട്ടുണ്ടോ? ഇതെല്ലാം ഉണ്ടാണെങ്കിൽ നിങ്ങളുടെ ഫീലിങ്സ് നിങ്ങളുടെ ഇമോഷൻസ് പോസിറ്റീവ് ആണെങ്കിൽ ഹാപ്പി. ലോട്ടറി അടിക്കുക പണക്കാരനാവുന്നതല്ല, ജീവിതം സുന്ദരമായിട്ട് പോകുന്നുണ്ടോ?
അപ്പോൾ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് നല്ല ഫീലിങ്സോട് കൂടി നല്ല ഇമോഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നല്ല ചിന്തകൾ നമ്മുടെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നല്ല രീതിയിൽ ചിന്തിക്കുക, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, മറ്റുള്ള അപ്രീഷിയേറ്റ് ചെയ്യുക. മലയാളികൾ ഏറ്റവും ഫോറിൻ ചെയ്യുന്ന സാധനം അപ്രീസിയേഷൻ അല്ലേ? ഇപ്പം ഇത്രയും നേരം കൈ അടിച്ചാൽ എത്ര പേര് കൈ അടിക്കാത്ത ആൾക്കാർ നീ കൂട്ടത്തിൽ? ശരിയല്ലേ? അതായത് ഒരു മലയാളിക്ക് മറ്റൊരു മലയാളി അപ്രീഷിയേറ്റ് ചെയ്യാൻ പോലും മടിയാ അല്ലേ? ഇങ്ങനെ ഞാൻ കഥ കേട്ടിട്ടുണ്ട്. ലോകത്ത് എല്ലാ രാജ്യങ്ങൾക്കും ഓരോരോ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ ചൂടാണ്, പ്രശ്നങ്ങളാണെന്നൊക്കെ പറയുമ്പോൾ കേരളം സമ്പൽ സമൃദ്ധമാണ് അല്ലേ? വെള്ളമുണ്ട്, പച്ചപ്പുണ്ട്, നേരത്തെ സാറ് പറഞ്ഞ ഹരിതാപുണ്ട്, എല്ലാം ഉണ്ട് അല്ലേ? അപ്പൊ ദൈവത്തോട് ചോദിക്കുന്നു, ദൈവം എല്ലാം കൊടുത്തു, നമുക്കൊരു കുറവുകളൊന്നുമില്ല, എല്ലാം ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, മലയാളികൾക്ക് ഒരു കുറവ് കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയോ? മുടിഞ്ഞ ഈഗോയാണ്. മറ്റുള്ളവർ അംഗീകരിക്കാൻ ഭയങ്കര പാടാ. ശരിയാണോ? ചിന്തിച്ചു നോക്കുക. മറ്റുള്ളവർക്ക് ഭയങ്കര ഇപ്പൊ ഞാൻ പറയുമ്പോൾ പോലും പറയുന്നത് ഞാൻ കേട്ടിട്ട് പോലെ ഇത് എന്ന് കേട്ട സാധനം റോബർട്ട് ഫാക്ഷൻ ചിന്തിക്കുന്നതൊക്കെ എന്റെ കൂട്ടത്തിലല്ലേ? അപ്പോൾ നല്ല ഫീലിങ്സ്, നല്ല തോട്ട്സ്, നല്ല ബിലീഫ്സ്, വിശ്വാസങ്ങളെല്ലാം മാറ്റി നന്നാക്കി മുന്നോട്ട് പോകണമെങ്കിൽ ജീവിതം ഗംഭീരായിരിക്കും. വിനോദിന് പുതിയൊരു സംഭവം 2030 10,000 ഓൺട്രപ്രനേഴ്സ് അല്ലേ? ഈ ഒരു സ്വപ്നം നടക്കട്ടെ എന്നത് എല്ലാവരും ജീവിതത്തിൽ ഒരുപാട് ശക്തിയും കരുത്തും പകരാനായിട്ട് ഈ പ്രസ്ഥാനത്തിന് കഴിയട്ടെ. ജീവിതം ഗംഭീരമായിട്ട് മുന്നോട്ട് പോകട്ടെ. താങ്ക് യു സോ മച്ച്. Srijit KC is a prominent figure in the realm of sales and business consulting. ഞാൻ ആക്ച്വലി ഞങ്ങൾക്ക് സെയിൽസ് മാസ്റ്റർ എന്ന് പറയുന്ന ട്രെയിനിങ് പ്രോഗ്രാം. അപ്പോൾ എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് വിനോസാണ്. 2018 തുടങ്ങിയ കമ്പനിയാണ്. ഒരുപാട് മാർക്കറ്റിങ്ങും കുറേ കാര്യങ്ങളും സെയിൽസ് ഒക്കെ അറിയുന്ന ആളാണ്. സ്റ്റിൽ ഞാൻ മനസ്സിലാക്കിയ 2 കാര്യം, അത് വിനോദ് സാറിന് നിങ്ങൾ ജസ്റ്റ് കോപ്പി ചെയ്താൽ മതി, നത്തിങ് എൽസ്. വിനോദ് സാർ നമ്മളൊക്കെ സാധാരണ പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു സംരംഭമൊക്കെ തുടങ്ങിയ കാലത്ത് പറയുമ്പോൾ തിങ്ക് ഗ്ലോബലി, വർക്ക് ലോക്കലി അല്ലേ? ഹി സ്റ്റാർട്ടഡ് ലൈക്ക് ദാറ്റ്. നൗ ഹി ഈസ് തിങ്ക് ഗ്ലോബലി, work globally. He was ready to change. That's all. He was ready to change. കട്ടപ്പനയിൽ നിന്ന് നേരെ കാനഡയിലേക്ക്. അതാണ് ഒരു മാറ്റം. എവിടെയാണോ നിങ്ങൾ ഇരിക്കുന്നത് അവിടെ തന്നെ ഇരിക്കാനാണ് ഭാവമെങ്കിൽ നത്തിങ് ഇല്ല. ന്യൂട്ടന്റെ 3ാം ചലന നിയമം എല്ലാവർക്കും അറിയാം അല്ലെ? എന്താണ്? എവറി ആക്ഷൻ ഈസ് ഹാവിങ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ന്യൂട്ടന്റെ 1ാം ചലന നിയമം എന്താ? എനിബഡി? ഇതെല്ലാരും പറയുന്നത് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടെന്നൊക്കെ പറയുന്ന എന്താ 1ാം ചലന നിയമം? ഞാൻ മലയാളം മീഡിയം പഠിച്ച ജഡത്വ നിയമം എന്ന് പറയും. ലോ ഓഫ് ഇനേഷ്യ എന്താ? പുറത്തുനിന്നൊരു ഫലം പ്രയോഗിക്കാത്തോടത്തോളം കാലം ജഡത്വാവസ്ഥയിലുള്ള വസ്തു ജഡത്വാവസ്ഥയിലും ചലനാവസ്ഥയിലുള്ള വസ്തു ചലനാവസ്ഥയിലും വെക്കും. ഇതാണ് ന്യൂട്ടന്റെ 1ാം ചലന നിയമം. ബിസിനസ്സിന് വളരണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്നൊരു ഫലം വരണം, അത് നിങ്ങളുടെ മനസ്സാണ്. ഹി വാസ് റെഡി ഫോർ ദാറ്റ്. ആ ചേഞ്ച് എടുത്തതാണ് അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ കാര്യം. ലോക്കൽ എന്നുള്ള വേർഡിൽ നിന്ന് ഗ്ലോബൽ എന്ന വേർഡിലേക്ക് ചിന്തിക്കാൻ മെനക്കെട്ടതാണ് അദ്ദേഹം ചെയ്ത കാര്യം. സജീവ് സാർ, രഞ്ജിത് സാറില്ല അതൊക്കെ സംസാരിക്കുള്ളൂ, അല്ലെങ്കിൽ പേടിയായിരുന്നു. സത്യം പറഞ്ഞ മുട്ടിടിക്കുമായിരുന്നു. ഓക്കെ, 2ാമത്തെ കാര്യം എന്താ? ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ ആക്ച്വലി ശബരിമലയില് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന സമയത്ത് എനിക്കൊരു കോൾ വരികയാണ്. ശ്രീജിത്ത്, ഞാൻ ഡോക്ടർ വിനോദ് കുമാറാണ്. ഞാൻ ഇപ്പോൾ ഉള്ളത് ഉസ്ബെക്കിസ്ഥാനിലാണ്. ശ്രീജിത്തിന്റെ ഒരു പ്രോഗ്രാം, സെയിൽസ് പ്രോഗ്രാമിന്റെ ആഡ് ഞാൻ കണ്ടു. ഞാൻ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഞാനിപ്പോഴും ഓർക്കുകയാണ്. വൈകിട്ട് രാത്രി 9 മണി സമയം ഞാനവിടെ എത്തിയിട്ടുള്ളൂ, ശബരിമല എത്തിയിട്ടുള്ളൂ. ഞാൻ സത്യം പറഞ്ഞല്ലേ എന്നോട് പറഞ്ഞു, സജീവ് സാറാണ് എൻ്റെ മെന്റർ. ഞാൻ അനിൽ ബാലേന്ദ്രൻ സാറ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ കുറേ ട്രെയിനേഴ്സിന്റെ പേര് പറഞ്ഞു. ഞാൻ വിളി പറയും, കാരണം ഞാൻ ബേസിക്കലി കുറച്ചു കാലമായിട്ടുള്ളൂ വന്നിട്ട്. സാർക്ക് അറിയാം. അദ്ദേഹം 2ാമത് ചെയ്ത കാര്യം, ഹി വാസ് റെഡി ടു അൺലേൺ. റീലേൺ ഓക്കെ, പക്ഷെ അൺലേൺ. നിങ്ങളൊരു കാര്യം, ഒരു 1ാമതൊരു പട്ടാളക്കാരൻ ഈഗോന് അങ്ങേതല നിൽക്കേണ്ട ആളാണ്. കാരണം പുള്ളി അങ്ങ് കാശ്മീരിൽ നിൽക്കുന്ന ഫോട്ടോ കാണിച്ചു കുറച്ചു മുന്നേ അല്ലേ? അങ്ങ് കാശ്മീരിലേക്കുള്ള ഫോട്ടോ കാണിച്ചത്. മധ്യാവോളം ഈഗോ. വെൻ ഐ വാസ് ഇൻ കാർഗിലൊക്കെ പറഞ്ഞ പ്രസംഗിക്കാൻ പറ്റുന്ന ആള് പുള്ളി. ഹി വാസ് റെഡി ടു അൺലേൺ. ദെൻ ക്ലാസ് അറ്റൻഡ്. ഞാൻ സാധാരണ രീതിയിൽ എന്താ വെച്ചാൽ ഒരു 25 ആള് ക്ലാസ്സിലുണ്ടെങ്കിൽ 10 ആള് വന്നു, ഒരു 4 ആള്, ഒരു 5 ആളുണ്ടാവും.
നമ്മുടെ മാക്സിമം ക്ലാസ്സിൽ ബാക്കിയുള്ളവരൊക്കെ തിരക്കാന്നാ പറയുന്നത്. രാത്രി 9 to 10 ഉറങ്ങേണ്ട സമയത്തൊക്കെ തിരക്കാന്നാ പറയുന്നത്. ഇദ്ദേഹം അവിടുന്ന് ആദ്യ ക്ലാസ് തുടങ്ങി എങ്ങനെയാണ്, വിനോദ് സാർ ഗുഡ് ഈവനിങ്. ഇന്നിപ്പോ എവിടെയുള്ളത്? ശ്രീജയത്ത്. ഞാൻ ആക്ച്വലി ഇന്ന് ഉസ്ബെക്കിസ്ഥാനിലുള്ളത്. നാളെ ഞാൻ ഇവിടുന്ന് കാനഡയിലേക്ക് രാവിലത്തെ ഫ്ലൈറ്റ് എടുത്ത് പോകും. പിറ്റേ ദിവസം വിളിച്ചു വെച്ചാൽ 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലാസ് കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് യൂറോപ്പിലേക്ക് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളെ ക്ലാസ് അറ്റൻഡ് ചെയ്യാറുണ്ടോ? എന്ത് ക്ലാസ് അവിടെ സാറേ, അടുത്ത വീട്ടിലൊരു കല്യാണം ഉണ്ട്, അതുകൊണ്ട് ഞാൻ ആ സെയിൽസ് ക്ലാസ്സിന് വരുന്നില്ല കേട്ടോ എന്ന് പറയുന്ന ഓണ്ടർപ്രണേഴ്സിന്റെ ഇടയിൽ കണ്ടിന്യൂസ് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റീലേൺ ചെയ്യാൻ തയ്യാറായ മനുഷ്യനാണ്. രക്ഷപ്പെടണമെങ്കിൽ ഈ 2 കാര്യം ചെയ്താൽ മതി. ആദ്യത്തെ കാര്യം ഞാൻ അവിടെ പറഞ്ഞു കൊടുക്കുന്നത്, പിന്നെ പറഞ്ഞു കേട്ടോ, സിമ്പിൾ. സീരിയസ്ലി ഇന്നത്തെ ഓണ്ടർപ്രണേഴ്സ് ചെയ്യാത്ത 2 കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്കെല്ലാം അറിയാമെന്ന് പറയുന്ന ക്യാൻസർ ബാധിക്കുന്ന ഓണ്ടർപ്രണേഴ്സ്, പ്ലീസ് ഞാൻ അങ്ങനെ തന്നെ പറയുന്നു. കാരണം എന്താ അറിയോ, സാറ് പറഞ്ഞൊരു 10,000 ക്ലയന്റ് അല്ലെ, 10,000 സാറ് പറഞ്ഞു. ഞാനത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം എന്താ അറിയോ, 10,000 എഡ്യൂക്കേഷൻ ക്ലയന്റ്. സാറേ ഞാൻ രക്ഷപ്പെട്ടില്ല. കാരണം എന്താ, കേരളത്തിൽ എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിൽ ആദ്യത്തെ സെയിൽസ് ട്രെയിനർ, എഡ്യൂക്കേഷൻ ഇൻഡസ്ട്രിയിലെ സെയിൽസ് ട്രെയിനർ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ വിളിക്കുന്നു, സാറൊപ്പം വിളിച്ചു, മറ്റുള്ളവരെയും കൊണ്ട് വിളിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. 10,000 വന്നാൽ ഞാൻ രക്ഷപ്പെട്ടു. സാർ നന്നായിട്ട് വരട്ടെ. ഗ്രീൻ ഗ്ലോബൽ ഇനി അതിന് മുകളിൽ വരാൻ പറ്റിച്ച അവിടെ വരട്ടെ. വിൻ വിൻ ആണ് എല്ലാം. സാറ് വളരുമ്പോൾ ഞാൻ വളരും, ഞാൻ വളരുമ്പോൾ ഇവിടെ ഇരിക്കുന്നവർ ഓരോരുത്തരും വളരണം. എൻ്റെ സംരംഭത്തിൽ എല്ലാ മാസത്തിലും ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന് വെക്കാണ്ട വർക്ക് കിട്ടട്ടെ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാവർക്കും സന്തോഷം. നാളെയും കാണാം.